പത്തനംതിട്ട കുടുംബൻ ജംഗ്ഷനിൽ റോഡ് അളക്കാനെത്തിയ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിനെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ റോഡ് അളക്കുന്നതിന് എതിരെയായിരുന്നു പ്രതിഷേധം. ജോർജ് ജോസഫിന് അധികാരം നൽകിയതാരാണെന്ന് പ്രവർത്തകർ ചോദിച്ചു. 23 മീറ്റർ വീതി വേണ്ട റോഡിന് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ 15 മീറ്റർ മാത്രമാണ് വീതിയെന്ന് ജോർജ് ജോസഫ് പറഞ്ഞു. ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് വേണ്ടി സംസ്ഥാന പാതയോട് ചേർന്ന ഓടയുടെ ഗതി മാറ്റിയെന്ന് കോൺഗ്രസ് നേരത്തെ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നാടകീയ സംഭവങ്ങൾ. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ ഓഫീസിന് മുൻപിലാണ് ഈ റോഡിന് വേണ്ടത്ര വീതിയില്ലാത്തത്. തന്റെ ഓഫീസിന് മുൻപിൽ എത്രയാണോ വീതി വേണ്ടത് അതിൽ കൂടുതൽ വീതി ഉണ്ടെന്നാണല്ലോ. എന്തൊക്കെയാണ് ഇന്ന് അവിടെ നടന്നത്, ശ്രീജിത്ത്? തീർച്ചയായും ആദ്യഘട്ടത്തിൽ അജികുമാർ രണ്ടാംകുട്ടി കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗമാണ്, DCC അംഗമാണ്. അദ്ദേഹമാണ് ഇന്ന് രാവിലെ ഒരു വെല്ലുവിളി നടത്തിയത്. കോൺഗ്രസ് ഓഫീസിന് മുൻവശത്ത് 23.7 മീറ്റർ വീതി ഉണ്ട് എന്നൊരു വെല്ലുവിളി അദ്ദേഹമാണ് നടത്തിയത്. അതിനുശേഷമായിരുന്നു ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ തന്റെ മുൻപിലെ റോഡ് അളന്നു കാണിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ ജോർജ് ജോസഫ് അവിടേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അദ്ദേഹം അവിടെ വന്ന് ആദ്യം അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന് മുൻപിലെ റോഡ് അളന്ന് കാണിച്ചു. അതിൽ 17 മീറ്റർ മുൻവശത്തും അതിനോട് തെക്ക് ഭാഗത്ത് ചേർന്ന് അലൈൻമെന്റിൽ പറയുന്നത് പോലെ തന്നെ 15 മീറ്ററും വീതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കോൺഗ്രസ് ഓഫീസിന് മുൻവശത്തേക്ക് അദ്ദേഹം പോയത്. ആ മേഖലയിൽ റോഡിന്റെ ഭാഗം അളക്കാൻ തുടങ്ങിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ പ്രതിഷേധവുമായി എത്തി. അതിനുശേഷം അളക്കുന്നത് ജോർജ് ജോസഫാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ അത് ഏതാണ്ട് ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. പക്ഷേ അതിനു മുൻപ് തന്നെ വീണ ജോർജിന്റെ ഭർത്താവ് ആ റോഡ് അളന്ന് അത് 15.4 മീറ്റർ മാത്രമേ ഉള്ളൂ എന്ന് മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ കാണിച്ചു തന്നു. ഇതെന്തായാലും കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിക്കുകയായിരുന്നു. എന്തായാലും ആ മേഖലയിൽ അല്പസമയം സംഘർഷം ഉണ്ടായി. പിന്നീട് പോലീസ് എല്ലാം എത്തി ആളുകളെ മാറ്റി. എന്തായാലും വീണ ജോർജിന്റെ ഭർത്താവ് പറയുന്നത് താൻ അലൈൻമെന്റ് മാറ്റിയിട്ടില്ല, അത് ആ ട്രാൻസ്ഫോമറാണ് പ്രശ്നം, DPR മുൻപുള്ളതുപോലെ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാണ്. കോൺഗ്രസുകാർ എന്തായാലും ഇപ്പോൾ ഏതാണ്ട് പ്രതിരോധത്തിലായ സ്ഥിതിയിലാണുള്ളത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്.